ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ടാവും. യൂട്യൂബിലാണെങ്കിൽ തന്നെ കുറേ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. കുറേ സ്പൈക്കൊക്കെ വന്ന് നിൽക്കുന്നതും കുറേ ഫ്ലവറായും സ്പൈക്കാണെങ്കിൽ തന്നെ നല്ല വലിയ സ്പൈക്കൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ പ്ലാന്റിലും ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടായി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദാ ഈ പൊടി കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ, നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ. ഈ പൊടി എന്താണെന്ന് അറിയോ? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ പൊടി എന്താണെന്ന് നോക്കാം. ഓട്സിനെ കുറിച്ച് ഞാൻ ഒന്നും പറയണ്ടല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ഫുഡാണ് ഓട്സ്. ഈ ഓട്സ് പൊടിച്ചതാണ് ഈ പൊടി. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നന്നായിട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ഫെർട്ടിലൈസറാണ് ഈ ഓട്സിന്റെ പൊടി. ഇത് ഞാൻ നിങ്ങളോട് പറയാണ്, 100% റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. 100% റിസൾട്ട് കിട്ടുമെന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഞാൻ സഫോൾ ഓട്സ് എടുത്തിരിക്കുന്നത്. സഫോൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ കവറിലൊന്ന് നോക്കി, ഇത് കണ്ടോ, പവർ ഓഫ് 3 പ്രോട്ടീൻ അയൺ ഫൈബർ. അതായത് പ്രോട്ടീനും അയണും ഫൈബറും ഉള്ള റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയി കിട്ടാനായിട്ട് നമുക്ക് ഇത് 3 പ്രോട്ടീൻ അയൺ ഫൈബർ, ഇത് 3 നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി, അതായത് നമ്മൾ പറയാറില്ലേ ഹെൽത്തി മൈൻഡിൽ നിന്നാണ് നല്ല ചിന്തകൾ ഉണ്ടാകുന്നതെന്ന് പറയാറില്ലേ, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഫ്ലവർ ഉണ്ടായി കിട്ടും. സ്പൈക്കൊക്കെ വലിയ സ്പൈക്കൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സഹായിക്കുന്നത് പ്രോട്ടീൻ അയൺ ഫൈബറാണ്. അപ്പോൾ ഈ ഓട്സ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% റിസൾട്ട് നമുക്ക് തരുമെന്ന് ഞാൻ പറയാനുള്ള കാരണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഓട്സിന്റെ പൊടി നമ്മുടെ പ്ലാന്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അതായത് മറ്റുള്ള ചെടികൾക്ക് നമുക്ക് ഈ പൊടി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. മണ്ണിൽ നട്ടേക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഓർക്കിഡിന് മാത്രമല്ല, എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾക്കെല്ലാം, മണ്ണിൽ നട്ടിരിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും ഫ്ലവർ ചെടികൾക്കൊക്കെ നമുക്കിത് ഈ പൊടി അതിന്റെ പോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് ഇതിന് ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയി വളർന്നു കിട്ടും. അതുപോലെ പക്ഷെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നമുക്ക് ഈ പൊടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പോൾ നമ്മുടെ ഈ ഓട്സിന്റെ പൊടി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരായി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അളവ് കേട്ടോ, സ്പൂൺ അളവ്. ഓക്കെ, ഞാനപ്പോൾ ഒരു സ്പൂൺ പൊടി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂൺ പൊടി നമുക്ക് ധാരാളമാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന് ഹെൽത്തി ആക്കാനായിട്ട്. ഈ ഒരു സ്പൂൺ നമുക്ക് കൂടുതലാണ്, ഇത് മതിയാവും കേട്ടോ. ഇതിന്റെ കൂടുതൽ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ കുറെ പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 2 സ്പൂൺ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഇത് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഇതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കുക, ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് നിങ്ങൾക്ക് ഒഴിച്ച് കാണിക്കുന്നത്. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിക്കുമെങ്കിൽ തിളച്ച വെള്ളം ഏത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് പതുക്കെ മൂടി വെക്കുക. അതായത് തിളച്ച വെള്ളം ഉപയോഗിച്ചത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഗുണങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് 1 മണിക്കൂർ വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നത്. 1 മണിക്കൂർ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. ഓട്സിന്റെ പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇത് ഒന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓട്സ് വെള്ളം
ഞാൻ ദേ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കണം, സ്പ്രെയറിൽ തങ്ങരുത്, അതിൻ്റെ കരടിൽ നിന്ന് തങ്ങരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. നമുക്ക് നമ്മുടെ ഈ ഫെർട്ടിലൈസറിന് നല്ല അതായത് ഫുൾ ഇതിൽ നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ തിളച്ച വെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം. നമ്മൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അന്ന് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന അതിൽ കൂടുതൽ നല്ല എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ, തലേന്ന് തന്നെ രാത്രിയിൽ നമ്മൾ ഇതുപോലെ ഓട്സിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ചൂടുവെള്ളമോ തിളച്ചവെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്തേക്ക് അത് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് വെള്ളത്തിലേക്ക് അലിഞ്ഞു കിട്ടും. അപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടാൻ നമുക്ക് തലേന്ന് ഇങ്ങനെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഒരു കാരണവശാലും ഇങ്ങനെ തന്നെ, അതായത് ഇത് നല്ല തിക്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പൂൺ എടുത്തിട്ട് തന്നെ ഇത്രയും നല്ല തിക്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ തിക്നെസ്സിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ എടുത്ത ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത വെള്ളം മാത്രമാണ് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഈ തിക്നെസ്സിൽ നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഈ ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മഴയുള്ള സമയമാണിപ്പോൾ. ഈ സമയത്ത്, മഴയുള്ള സമയത്തല്ല ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നു, മഴ 2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ പ്ലാന്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ മാത്രം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്ലാന്റ് പെട്ടെന്ന് നമ്മുടെ ഈ ഫെർട്ടിലൈസർ വലിച്ചെടുക്കുകയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. വെള്ളമുള്ളപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ അത് വലിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ വലിച്ചെടുത്തില്ലെന്ന് വരാം. അപ്പോൾ നമുക്കിത് ഈ റിസൾട്ട് കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ എൻ്റെ ഫെർട്ടിലൈസറിനെ നിങ്ങൾ തള്ളിപ്പറയരുത്. എന്തായി, എൻ്റെ ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പോകല്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ ഓട്സ് അറിയാലോ, വീറ്റ്, അതായത് ഗോതമ്പൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സ്റ്റാർച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്യുക, ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നീട് നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് ഇടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നിങ്ങൾക്ക് നല്ലൊരു ഗാർഡൻ, അതായത് ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു ഓർക്കിഡ് ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണേ. താങ്ക് യു.